എല്ലാറ്റിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊക്കെ സ്വസ്ഥതയോടെ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ആരായിരിക്കുന്നുവോ അവർക്ക് പറയുന്ന പേരാണ് ഒരാൾ സ്പിരിച്വലായിട്ടുള്ള ആൾ. അയാളുടെ ലക്ഷണം അയാൾക്ക് ധൃതി ഉണ്ടാവില്ല. നമുക്കെന്തുകൊണ്ടാണ് ധൃതി? കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്ത് പോകാൻ. ഇയാൾക്കിത് കഴിഞ്ഞിട്ട് എവിടെയും പോകാനില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ മികച്ചൊരു കാര്യം ചെയ്യാനില്ല. അങ്ങനത്തെ ബോധത്തിലുള്ള ഒരാൾ ധൃതിയില്ലാത്ത ആളായിരിക്കും. ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ഒരാളുടെ ലക്ഷണം അയാൾ പരമാനന്ദത്തിലായിരിക്കുന്നു എന്നുള്ളതല്ല, അയാൾ സമാധാനത്തിലായിരിക്കും, അയാൾ ധൃതിയില്ലാത്ത ആളായിരിക്കും, അയാൾ ഈസിനെസ്സിലായിരിക്കും. അയാൾക്ക് ഒരു തിരക്കുമില്ല, വലിയ മിഷനൊന്നും ഇവിടെ പൂർത്തീകരിക്കാനില്ല, അവിടെ ഒരു ഭയങ്കരമായ പ്രയത്നം ചെയ്ത് എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ടൊന്നുമില്ല. അയാൾ ഇവിടെ എന്തായിരിക്കുന്നു, അതിൽ ഈ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ താളം താനായിട്ട് മുറിക്കില്ല എന്ന് തീരുമാനിച്ച് ആ താളത്തിൻ്റെ ഭാഗമായി തൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും ആ കഴിയുന്നത്ര താളം മുറിക്കാതെ ആ പ്രപഞ്ചത്തിനോട് ചേർന്നിരുന്ന് വളരെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു കാറ്റ് പോലെ ജീവിച്ചു പോകുന്ന, നമ്മൾ നോക്കൂ രമണ മഹർഷിയെയോ അങ്ങനെയുള്ള മഹാഗുരുക്കന്മാരെയൊക്കെ നോക്കൂ, അവർക്ക് ഒരു ധൃതിയില്ലല്ലോ.